നമസ്കാരം. ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഒക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത്, തെളിയിച്ചത്. സയൻസ് അല്ല, പിന്നീട് തെളിയിച്ച കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഇത് കാലത്തിന്റെ മുമ്പേ നടന്ന കാര്യങ്ങളാണ്. എന്താണല്ലേ, മുഖ്യമന്ത്രി ആവാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എത്രമാത്രം പരിഹാസ്യനാവാനും അയാൾ റെഡിയാണ് വി ഡി സതീശൻ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഒരു പരാമർശത്തിൻ്റെ പേരിൽ വി ഡി സതീശൻ അങ്ങ് ശൂന്യാകാശത്ത് നിൽക്കുകയാണ്. കാരണം അയാൾ തന്നെ പലപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളതാണ് അയാളൊരു പരന്ന വായനക്കാരനാണെന്ന്. ആ പരന്ന വായനക്കാരൻ്റെ വായിൽ നിന്ന് വീണതാണിത്. അതായത് മുഹമ്മദ് നബി എന്ന മുസ്ലിങ്ങളുടെ ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ പരത്തി വെച്ചിരുന്ന ഭൂമിയെ പുള്ളി ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ആര്? വി ഡി സതീശൻ. ഭൂമി ഉരുണ്ടാണെന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് അവരുടെ കിതാബിൽ അവരുടെ പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭൂമി പരന്നതാണ് എന്നാണ്. ഇത് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ പർവ്വതങ്ങളെ ആണിയടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആര്? ഇയാൾ പറഞ്ഞ പ്രവാചകൻ. അതായത് ശാസ്ത്രീയമായി പിന്നീടാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്, അതിന് മുമ്പേ തന്നെ പ്രവാചകൻ ഇത് കണ്ടുപിടിച്ചു എന്നൊക്കെ ഇയാൾ വീരവാദം പറയുന്ന ഈ സംഗതി പക്ഷേ കിതാബിൽ പരത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇന്നും അവരുടെ ഉസ്താദുമാർ അവരുടെ മതപ്രഭാഷണത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഭൂമി ഉരുണ്ടതല്ല, ഭൂമി പരന്നതാണ് എന്ന് തന്നെയാണ്. അതിനെയാണ് ഈ പരന്ന വായനക്കാരൻ ഉരുട്ടി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത്. എന്തിനാണ് വി ഡി സതീശ ഇത്രയ്ക്ക് വിഡ്ഢിയാവുന്നത്? ഭൂമി ഉരുണ്ടതാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഈ കാണുന്നവർക്കുമൊക്കെ അറിയാം ഭൂമി ഉരുണ്ടതാണെന്ന്. പക്ഷേ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ വിശ്വസിക്കുന്ന രീതിയിൽ അവർക്കിനി ഏത് ശാസ്ത്രജ്ഞൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകൻ പറയുന്നതാണ് ദൈവവാക്യം. അതിനാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞാൽ ഭൂമി പരന്നതാണ്. അതിനകത്ത് ഇനി ഏത് ശാസ്ത്രജ്ഞൻ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പേരിൽ കുറേ കാലമായിട്ട് പ്രത്യേകിച്ചും ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ ട്രോളുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഭൂമി പരന്നതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന തരത്തിൽ. അപ്പോഴാണ് പ്രവാചകൻ പരന്നതല്ല ഉരുണ്ടതാണ് എന്നാണ് പറഞ്ഞത് എന്ന തരത്തിൽ വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. കള്ളമല്ലേ വി ഡി സതീശൻ പറഞ്ഞു വെച്ചത്? ഇനി അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടും കാര്യമില്ല. പ്രവാചകൻ പരന്നതാണ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു വി ഡി സതീശനും അത് ഉരുട്ടി വെച്ചിട്ടൊരു കാര്യമില്ല. പരന്നതാണെങ്കിൽ പരന്നതാണെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കത്തുള്ളൂ. അതിനെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ അത് അവരെ പ്രീണിപ്പിക്കാൻ പറ്റുമെന്നും അതുവഴി തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് മറ്റാരെങ്കിലും മത്സരിച്ചാലും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണ തനിക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തു വെച്ചതെങ്കിൽ തനിക്ക് തെറ്റി വി ഡി സതീശൻ. ഈ ഒരൊറ്റ പരാമർശം കൊണ്ട് തന്നെ പിന്നെയും ആ മതവും ആ വിശ്വാസവും എയറിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2-3 ദിവസത്തെ ട്രോളുകൾ കൊണ്ട് താങ്കൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആരിഫ് ഹുസൈൻ തെരുവോത്തൊക്കെ ഒരു വിഷയം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് വി ഡി സതീശൻ്റെ ഈ പരാമർശവും പിന്നെ മുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വലിച്ച് കീറുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ മതത്തിനെയും ആ വിശ്വാസത്തിനെയും അവരുടെ പ്രവാചകനെയൊക്കെ ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനും അതുവഴി ട്രോളുകൾ സൃഷ്ടിക്കാനും എയറിലാക്കാനും മാത്രമേ വി ഡി സതീശൻ്റെ ഈ ഒരു അനാവശ്യമായിട്ടുള്ള പരാമർശം ഉപകരിച്ചുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ യാതൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് മുസ്ലിം പുരോഹിതരെ തന്നെ പറഞ്ഞു എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇത് പറയാൻ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം പഴിക്കുകയുള്ളൂ. കാരണം ഇനി വർത്തമാനകാലത്ത് അവരൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന രീതിയിൽ വിശ്വസിക്കേണ്ടി വന്നാലും അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല. കാരണം അവരുടെ കിതാബ് എന്താണോ പറയുന്നത്, അവരുടെ പ്രവാചകൻ എന്താണോ പറയുന്നത് അത് മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. അതിനാൽ ഭൂമി പരന്നാണ് കിടക്കുന്നത്, പരത്തിയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അവർ വിശ്വസിക്കൂ. ഇനി നാളെ വി ഡി സതീശൻ വന്നിട്ട് ചന്ദ്രനെ വെട്ടി പൊളത്തി വെച്ചിരിക്കുകയാണ്, പിന്നീട് അത് കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ചതാണ് എന്ന് പ്രസംഗിച്ചാലും അത്ഭുതമൊന്നുമില്ല. അതിനെയും അവർ നിരാകരിക്കാൻ വരില്ല. ഒരു പക്ഷേ പിന്നെയും ഏറിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തിനാണ് ഈ പോഴത്തരങ്ങൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് മാത്രമേ അവർ സ്വയം ചോദിച്ച് സ്വയം ശപിക്കുകയുള്ളൂ. അതിനാൽ ഈ അനാവശ്യ പരിപാടികളൊക്കെ നിർത്തി രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ സതീശ. ഭൂമി ഉരുണ്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഭൂമി ഉരുണ്ടതാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് ഭൂമി പരന്നതാണ് എന്നാണ്. അല്ലാതെ ശാസ്ത്രജ്ഞർക്ക് മുന്നേ ഒന്നും പ്രവാചകൻ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ഇതുപോലുള്ള പൊട്ടത്തരം വിളിച്ച് പറയുന്നതിന് മുമ്പ് താങ്കൾ ആ കിതാബ് ഒരു 3-4 തവണയെങ്കിലും എടുത്ത് വായിക്കണം. വായനക്കാരനാണ്, പരന്ന വായനക്കാരനാണ് എന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. ശരിക്കും വായിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. പക്ഷേ വായിച്ചില്ലെങ്കിൽ ഇതുപോലെ വളഞ്ഞ് വളരും. അത്രയേ ഉള്ളൂ.